തിരുവനന്തപുരത്ത് ആര് മേയറാകും സർ? ഇപ്പോൾ എല്ലാവരും ഓരോരുത്തരെ മേയർമാരാക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ഇപ്പോൾ 2 മേയർമാരായി. ഒന്ന് ചില മാധ്യമങ്ങൾ ബി ജെ പിയുടെ മുൻ അധ്യക്ഷനായ ജില്ലാ അധ്യക്ഷനായ രാജേഷിനെയാക്കി. മറ്റ് ഭൂരിപക്ഷം മാധ്യമങ്ങളും ഓൺലൈൻ ചാനലുകൾക്കാണ് ഈ അസുഖം കൂടുതലുള്ളത്. ശ്രീലേഖ മേയറായി എന്ന് പ്രഖ്യാപിച്ചു. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറാണ് ആർ ശ്രീലേഖ. അപ്പോൾ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക മുഖം കൂടി ശ്രീലേഖയ്ക്കുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബി സന്ധ്യയെ പോലെ ഒരുപാട് ആരോപണങ്ങളൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു പോലീസ് ഓഫീസർ. ലോ ആൻഡ് ഓർഡർ ദീർഘകാലം നോക്കിയിട്ടുണ്ട് കേരളത്തിൽ. പക്ഷേ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള DGP ആയിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. സർക്കാർ അതിന് അവസരം കൊടുത്തില്ല. പക്ഷേ ഒരു ചരിത്രം സൃഷ്ടിക്കേണ്ടതായിരുന്നു. കാരണം കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർക്ക് കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആക്കി ഒരു ചരിത്രം സൃഷ്ടിക്കാനുള്ള ആർജവം അല്ലെങ്കിൽ മനസ്സിൻ്റെ വിശാലത മുഖ്യമന്ത്രി പിണറായി വിജയനും ഇല്ലാതെ പോയി. അല്ലെങ്കിൽ അതിനു മുമ്പ് വന്ന മുഖ്യമന്ത്രിമാർക്കും ഇല്ലാതെ പോയി. അങ്ങനെ നമുക്കൊരു വനിതാ DGPയെ സംഭാവന ചെയ്യണം എന്ന് ആളുണ്ടായിട്ട് അർഹതയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. കാരണം ഒരു DGPയുടെ പോസ്റ്റിലൊക്കെ ഇരുന്ന ഒരാൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസൊക്കെ ഉണ്ടാവും. പക്ഷേ രാഷ്ട്രീയം വേറെയാണ്. രാഷ്ട്രീയ പരിചയം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് BJPയിൽ വന്നതിന് ശേഷം ശ്രീലേഖ തൻ്റെ രാഷ്ട്രീയ രംഗത്ത് തൻ്റെ ഇടപെടലിലൂടെ താനൊരു പരിചിതയായ രാഷ്ട്രീയക്കാരിയെ പോലെയാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് ദീർഘകാലമായിട്ട് ശ്രീലേഖയെ പേഴ്സണലി അറിയാം. അവരിവിടെ എറണാകുളത്ത് SP ആയിരിക്കുമ്പോൾ മറ്റേ CBIയുടെ SP ആയിരിക്കുന്ന സമയത്ത് ശ്രീലേഖ എഴുതിയ ആദ്യത്തെ പുസ്തകത്തെക്കുറിച്ച് ഞാനാണ് പത്രത്തിൽ ഒരു വാർത്ത കൊടുക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്. ആ പുസ്തകത്തെക്കുറിച്ച് എഴുതുന്നതിനെക്കുറിച്ച് വിളിച്ച് ഞാൻ CBI SP ആയിരിക്കാൻ വിളിച്ചപ്പോൾ ഒരു വൈകിട്ട് എനിക്ക് ആ പുസ്തകത്തിൻ്റെ കോപ്പിയായിട്ട് കൗമുദിലെ ഓഫീസിൽ പുസ്തകം കൊണ്ട് തന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് മുതൽ തുടങ്ങിയൊരു സൗഹൃദം ദീർഘകാലമായിട്ടുണ്ട്. ഇപ്പോഴും വിളിക്കാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. മേയറായി വന്നാൽ നമുക്ക് വളരെ അടുപ്പമുള്ള ഒരു മേയർ. അതുപോലെ തന്നെയാണ് രാജേഷ് അവിടെ BJPയുടെ എത്രയോ ദീർഘകാലമായിട്ട് BJPയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു. BJPയുടെ ചെറുപ്പക്കാരായ നേതൃനിരയിൽ ഏറ്റവും ശ്രദ്ധേയനായ ചാനൽ ചർച്ചകളിലുമൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരാൾ. അങ്ങനെ രാജേഷിനും ഒരു യോഗ്യതക്കുറവുമില്ല BJPയുടെ അധ്യക്ഷനാണ്. പക്ഷേ BJP അല്ലേ പാർട്ടി. നമ്മളിവിടെ ഇരുന്ന് ഇപ്പോൾ BJPയുടെ ദേശീയ അധ്യക്ഷനായിട്ട് എത്ര പേരെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ കാലത്തിനിടെ നിയമിച്ചു. പിന്നെ 3 വനിതകളുടെ പേര് പറഞ്ഞു. ഇത്തവണ വനിത ഉറപ്പാണ്. വനിതകളുടെ സാന്നിധ്യം പാർട്ടിക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, പങ്കാളിത്തം പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടി വനിതയെ കൊണ്ടുവരും. മോദി തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇന്നലെ 45 വയസ്സുള്ള നിതിൻ നബീൻ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് വന്നിരിക്കുന്നു. വർക്കിംഗ് പ്രസിഡൻറ്റ് സ്വാഭാവികമായും പ്രസിഡൻ്റായിട്ട് മാറും. അമിത്ഷാ ഇരിക്കുമ്പോൾ നദ്ദയെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ വിചാരിക്കാത്ത പേരല്ലേ, നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ എപ്പോഴും തീരുമാനിച്ച് ആളുകളെ ഞെട്ടിച്ചിട്ടുണ്ട് BJPയെ സംബന്ധിച്ച്. BJPക്ക് 50 കൗൺസിലർമാരാണ്. ഈ 50 പേരും മേയറാകാൻ യോഗ്യരാണ്. അതിനകത്ത് സീനിയറാണോ ജൂനിയറാണോ ഒന്നുമല്ല. പാർട്ടി തീരുമാനിക്കുന്നു, പാർട്ടി നടപ്പാക്കുന്നു. അപ്പോൾ നിശ്ചയമായിട്ടും മേയറുടെ പേര് പറയുമ്പോഴത്തേക്ക് ഈ പറയാവുന്ന പേരുണ്ട്. കരമന അജിത്തിനെ പറഞ്ഞുകൂടെ? കരമന അജിത്ത് മേയറായൻ സർവ്വതാ യോഗ്യനാണ്. ഇപ്പം കരമന വാർഡിൽ 2000-ൽ പരം വോട്ടിനും ജയിച്ചു. അതിനു മുമ്പ് നെടുങ്കാട് റൊസാരിയോസ് തെരുവെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തരത്തിലും BJP ജയിക്കത്തില്ല എന്ന് കരുതിയ സ്ഥലത്ത് അവിടെ പോയിട്ട് ആ ഡിവിഷൻ പിടിച്ചെടുത്ത ആളാണ്. കരമന അജിത്തിനും മേയറാവാം. ഇനിയിപ്പോൾ അവിടുത്തെ ഡെപ്യൂട്ടി മേയർ വനിതാ സംവരണമാണ്. അപ്പം അവിടെയാണെങ്കിൽ സിനി ജ്യോതിഷിനെ പോലെയുള്ള ആളുകളുണ്ട്, മഞ്ജു GS ഉണ്ട്. ഇവരൊക്കെ 2-3 തവണ കൗൺസിലർമാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഒരുപക്ഷെ മേയർ ആക്കിക്കൂടാന്നുണ്ടോ? അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിജയമാണ് തിരുവനന്തപുരത്ത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരി BJP ഭരണം പിടിക്കുക എന്നുള്ളത്. അത് മാത്രമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്ത് 3 തവണയാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. 3 തവണ 1 മണിക്കൂറിനുള്ളിൽ മോദി ഇങ്ങനെ ഒരു ലോക്കൽ ബോഡി ഇലക്ഷനിലെ വിജയത്തെക്കുറിച്ച് ട്വീറ്റ് ചെയ്തതിൻ്റെ പ്രാധാന്യം നമ്മൾ ഇവിടെ സംസാരിച്ചു. അത് വലിയ തോതിൽ പ്രേക്ഷകർ കാണുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്ത നമ്മുടെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രി പോലും ശ്രദ്ധിക്കുന്ന, ഇടപെടുന്ന, 3 തവണ കമൻ്റ് ഇടുന്ന തരത്തിലേക്കുള്ള വലിയ രാഷ്ട്രീയ പ്രാധാന്യം BJP കേന്ദ്ര നേതൃത്വം തിരുവനന്തപുരത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് വളരെ കൃത്യമായി പാർട്ടിക്കും ജനങ്ങൾക്കും ഏറ്റവും ഗുണമുണ്ടാക്കാൻ പറ്റുന്ന ആളെ തന്നെ അവിടെ മേയറായിട്ട് വെക്കുന്ന ഒരു തർക്കവും വേണ്ട. അപ്പോൾ മേയർ ആരാണ് എന്ന് ചൊല്ലി BJPയിലൊരു പ്രശ്നമില്ല. വേവലാതി മുഴുവൻ മാധ്യമങ്ങൾക്കാണ്. എല്ലാവരും പക്ഷേ ആ ശ്രീലേഖ IPSനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത്. അത് ഇവരുടെ ഒരു സ്പെക്കുലേഷൻ അല്ലേ. കാരണം അവർ നോക്കുമ്പോൾ ശ്രീലേഖ ഇപ്പം മേയറായണം എന്ന് പറയുന്നത്
ആഗ്രഹിക്കുന്ന ഈ മാധ്യമങ്ങളൊക്കെ ശ്രീലേഖ വന്നപ്പോൾ ശ്രീലേഖയെ തോപ്പിക്കാൻ പണിയെടുത്ത ശ്രീലേഖ IPS എന്ന് പറഞ്ഞു, ശ്രീലേഖ ഇലക്ഷന് മുമ്പ് മറ്റേ എന്താണ് എക്സിറ്റ് പോളിൻ്റെ ഫലം പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ശ്രീലേഖ ഒരു കാരണവശാലും ജയിക്കത്തില്ല. ചില ജ്യോതിഷികളുടെ പ്രവചനമൊക്കെ പറഞ്ഞ ആളുണ്ട്. ഒരു ജ്യോതിഷി പറഞ്ഞിരിക്കുന്നു ശ്രീലേഖ തോറ്റുപോകും. എങ്ങനെയെങ്കിലും 10 വോട്ട് ശ്രീലേഖയ്ക്ക് കുറഞ്ഞോട്ടെ, തോക്കും എന്നുറപ്പുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുക്കാൻ നമ്മളൊന്ന് മടിക്കുമല്ലോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ശ്രീലേഖ ജയിക്കത്തില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വലിയ പ്രചരണം നടത്തി. പിന്നെ അവരുടെ പോലീസിലിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ചില കമൻസ് RSSനെതിരെ കൊണ്ട് ശ്രീലേഖ പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രചാരണമൊക്കെ. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ശ്രീലേഖയൊന്ന് പരാജയപ്പെടുത്താൻ ശ്രമിച്ചവരാണ് ഇവിടുത്തെ സോഷ്യൽ മീഡിയയും ഇവിടുത്തെ മാധ്യമങ്ങളും. അവർക്കിപ്പോൾ ശ്രീലേഖയെ ആക്കണം. അത് ഇനി ഏതെങ്കിലും കാരണവശാലും ശ്രീലേഖ മേയറായില്ലെങ്കിൽ ശ്രീലേഖയുടെ മനസ്സിൽ ഒരു ഇച്ഛാഭംഗം ഉണ്ടാക്കുക എന്നൊരു അജണ്ട ഇതിനകത്തുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞാൻ സുന്ദരനാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നും ഞാനൊരു സുന്ദരനാണ് കേട്ടോ എന്ന് തോന്നും. അവസാനം ഒരാൾ നീ കരിക്കുറങ്ങനെ പോലെ ഇരിക്കുന്നല്ലോ, നീയാണ് സുന്ദരൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായി ഇച്ഛാഭംഗം വന്ന് ഞാൻ പറഞ്ഞ ചിലപ്പോൾ കെട്ടി തൂങ്ങിച്ചാവും. അല്ലേ? ഞാൻ സുന്ദരനാണ്, ഞാൻ സ്വയം ധരിച്ചു വെച്ചാലുള്ള കുഴപ്പമുണ്ടല്ലോ, നമുക്ക് അവനവനെ കുറിച്ചൊരു ബോധ്യം വേണ്ടേ പ്രജിത എന്ന് പറയുന്ന പോലെ ശ്രീലേഖയെ അങ്ങനെയെങ്കിലും ഒരു സൈക്കോളജിക്കൽ അറ്റാക്കാണ് ശ്രീലേഖയുടെ ഉള്ളിൽ, അല്ലെങ്കിൽ രാജേഷിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ കരമന അജിത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ സിനി ജ്യോതിഷിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ GS മഞ്ജുവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അവരായിരിക്കുമെന്ന് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും കാരണവശാൽ ഇവരാരും ആയില്ലെങ്കിൽ അവർക്കൊരു നിരാശാബോധം ഉണ്ടാക്കുക. പ്രത്യേകിച്ച് 101 സീറ്റുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു സീറ്റിൽ വിഴിഞ്ഞത് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. 50 സീറ്റേ BJPക്കുള്ളൂ. ബാക്കി LDFും UDFും ചേർന്നാൽ 50 ഉണ്ട്. അപ്പോൾ ഒരാളെ എങ്കിലും മനസ്സ് മടിപ്പിച്ച് എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാനങ്ങ് രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സാധ്യത അപ്പുറത്ത് വന്നു. ഒരാളെ ഒന്ന് മനസ്സ് മടിപ്പിച്ചാൽ അതാണ് ഇത്. ഈ പറയുന്ന രാജേഷിനോടോ അല്ലെങ്കിൽ ശ്രീലേഖയോടോ കരമന അജിത്തിനോടോ ഉള്ള സ്നേഹം കൊണ്ടല്ല മാധ്യമങ്ങൾ ഇങ്ങനെ അവരായിരിക്കും ഇവരിൽ ഒരാളെ നെഗറ്റീവ് ആക്കണം. കാരണം ഒരാൾക്കല്ലേ മേയറാകാൻ പറ്റുള്ളൂ. അതിലൊരാളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ തള്ളു മുഴുവൻ തള്ളുന്നത്. BJP എന്ന് പറയുന്ന പാർട്ടിയെ നിങ്ങളാരും സഹായിച്ചിട്ടില്ല. ശ്രീലേഖയെ സഹായിച്ചിട്ടില്ല, രാജേഷിനെ സഹായിച്ചിട്ടില്ല, കരമനാജിത്തിനെ സഹായിച്ചിട്ടില്ല, സിനിയെ സഹായിച്ചിട്ടില്ല, മഞ്ജുവിനെ സഹായിച്ചിട്ടില്ല. അവിടുത്തെ ജയിച്ച 50 കൗൺസിലർമാരെയും ഈ നാട്ടിലെ ഒരു മാധ്യമവും സഹായിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് ഇത്ര സ്നേഹം വന്നിരിക്കുന്നത് അത്ര നിഷ്കളങ്കമൊന്നുമല്ല. ഇതാണ് അതിൻ്റെ വസ്തുത. ഇത് BJPക്കാർക്കറിയാം. BJPയുടെ ശ്രമഫലമായി ജനങ്ങളെ സമീപിച്ച് ജനങ്ങളോട് രാഷ്ട്രീയം പറഞ്ഞ് രാഷ്ട്രീയമായി നേടിയെടുത്ത വിജയം ഇവിടുത്തെ ഒരു മാധ്യമവും അവരുടെ പരിലാളന കൊണ്ടല്ല BJPയുടെ ഒരു കൗൺസിലറെയും കേരളത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പറെയും BJPയെ മാധ്യമങ്ങൾ സഹായിച്ച് ജയിപ്പിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും തോൽപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മാധ്യമങ്ങൾ ഇപ്പോൾ കളിക്കുന്ന കളിയുണ്ടല്ലോ, അത് കൃത്യമായിട്ട് BJPക്ക് അറിയാം. അതുകൊണ്ട് BJP ജയിച്ചത് BJP ആണെങ്കിൽ BJPക്ക് അറിയാം ആരെ എപ്പോൾ എവിടെ പ്രഖ്യാപിക്കണമെന്ന്. അത് കൃത്യമായിട്ട് BJP ചെയ്തോളും. പിന്നെ ഇവിടുത്തെ ഓൺലൈൻ ചാനലിലെ തമ്പ്രാക്കന്മാരല്ല BJPയുടെ മേയർമാരെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും BJPയുടെ അധ്യക്ഷനെയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തീരുമാനിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ തുനിഞ്ഞിറങ്ങുന്നുണ്ടെങ്കിൽ കഷ്ടമെന്നേ പറയാനുള്ളൂ. നമുക്കും വേണമെങ്കിൽ ശ്രീലേഖ മേയറാകും, അല്ല കരമന അജിത്താണ് മേയർ, അല്ല VV രാജേഷ് തന്നെ എന്ന് പറഞ്ഞ് 3 വീഡിയോ ചെയ്യാം. അത് ചിലപ്പോൾ ആളുകൾ കുറച്ച് പേര് കാണുകയും ചെയ്യും. അത് ആണോ, പുതിയ പേരാണല്ലോ. നമ്മളതിനില്ലെന്നേ. കാരണം ആ പണിയെടുത്ത് ജയിപ്പിച്ചത് പാർട്ടി. ആ പാർട്ടി തീരുമാനിക്കട്ടെ. കരക്കാർക്ക് എന്താ കാര്യം ആര് മേയറാണെന്നുള്ളത്? അല്ലെങ്കിൽ കരക്കാർ ഇന്ന ആളെ മേയറാക്കാം എന്ന് പറഞ്ഞിട്ട് കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കുമെന്ന് മുദ്രാവാക്യം ഉണ്ടായിരുന്നല്ലോ. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ പ്രാവശ്യം 2ാം ടൈമിൽ VS അച്യുതാനന്ദൻ്റെ പടം കാണിച്ചിട്ടാണല്ലോ പിണറായി ഭരണം പിടിച്ചത്. VSനെ അടിച്ച ബമ്പർ ലോട്ടറി പിണറായി അട്ടോണ്ട് പോയി എന്ന് പറയുന്ന പോലെയാണ്. VSനെ കാണിച്ച് തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ട് VSനെ ഒരു മൂലക്കിരുത്തി. അങ്ങനെ BJP ചെയ്തിട്ടില്ലോ. ശ്രീലേഖ മേയർ, കരമന അജിത്ത് മേയർ, അല്ലെങ്കിൽ VV രാജേഷ് മേയർ എന്ന് പറഞ്ഞല്ല BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. BJPക്ക് അറിയാം ആരെയാക്കണത്. അതുകൊണ്ട് നിങ്ങൾ പൊന്നും മാധ്യമ സുഹൃത്തുക്കളെ, മാധ്യമ തമ്പ്രാക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ്, കേരളത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പാർട്ടിയാണ്. അവർക്കറിയാം, അവർ തീരുമാനിക്കട്ടെ. അല്ലാതെ BJPയുടെ നേതാക്കന്മാരെ തീരുമാനിച്ച് BJPയുടെ മേയർ ആരാണെന്ന് തീരുമാനിച്ച് നിങ്ങൾ ഉഷ്ണിക്കണ്ട. ഏതായാലും അങ്ങനൊരു സ്പെക്കുലേറ്റീവ് സ്റ്റോറി ചെയ്ത് താൽക്കാലികമായി വ്യൂവർഷിപ്പ് കൂട്ടുന്ന പരിപാടിക്ക് ഇന്ത്യ ലൈവില്ല. കാരണം ഇന്ത്യ ലൈവിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് BJPയുടെ ഒരു മേയർ വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 45 വർഷമായി ആ നഗരം എങ്ങനെയാണെന്നറിയാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വാതിൽക്കൂടെ പോകുന്ന ആമയിഴഞ്ഞാൻ തോടിൻ്റെ അതിലൂടെ നടന്നാൽ മതി. ഒരാളെന്നുള്ളതിൽ മുങ്ങി മരിച്ചില്ലേ, ആമയിഴഞ്ഞാൻ തോട്, അവിടെ ചൈത്ര ഹോട്ടലും ഒക്കെ ഇരിക്കുന്ന ആ സ്ഥലത്ത് അതിലൊന്നും മൂക്ക് പൊത്താതെ നടക്കാൻ പറ്റുമോ?
ഒരു തലസ്ഥാന നഗരി, തലസ്ഥാനത്തെ KSRTC ബസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനൊക്കെ ഇരിക്കുന്നതിൻ്റെ അവിടെ ഒഴുകുന്ന ഒരു തോടൊന്നു വൃത്തിയാക്കാൻ കഴിഞ്ഞ 45 വർഷക്കാലം തിരുവനന്തപുരം നഗരസഭ ഭരിച്ച ആളുകൾക്ക് കഴിയുന്നില്ല. രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കോർപ്പറേഷൻ, നഗരകേന്ദ്രം, അത് കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു നഗരസഭയാണെന്ന് പറയാതെ പറ്റില്ല. കാരണം നമ്മുടെ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തിൽ ചെല്ലുമോ, നിങ്ങൾ ചെന്നൈ ചെല്ലുമോ, ബാംഗ്ലൂർ ചെല്ലുമോ, തൊട്ടടുത്ത്, ഞാൻ അടുത്ത സംസ്ഥാനങ്ങളാണ് പറയുന്നത്, അവിടുത്തെ തലസ്ഥാന നഗര കോർപ്പറേഷനുകളുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. തിരുവനന്തപുരത്തെ 45 വർഷം ഈ നഗരം ഭരിച്ച് മുടിച്ച ആളുകളെ പണ്ടാറടക്കം പടിയടച്ച് പുറത്ത് വച്ചിരിക്കുന്നത് ജനങ്ങൾ പുതിയൊരു നഗരമുണ്ടാക്കാൻ മൂക്കുപൊത്താതെ നടക്കാൻ പറ്റുന്ന ഒരൊറ്റ തവള മൂത്രം ഒഴിച്ചാൽ വെള്ളത്തിൽ മുങ്ങുന്ന സിറ്റിയാണ് തിരുവനന്തപുരം. അല്ലേ, തമ്പാനൂരോട് നടക്കണം, ഒറ്റ മഴയ്ക്ക് തുണി പൊക്കി പിടിച്ചേ നടക്കാൻ പറ്റുള്ളൂ. ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ. അതൊന്നും മാറണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു. അതൊക്കെയാണ് തിരുവനന്തപുരത്തിൻ്റെ പ്രശ്നം. അതൊക്കെ BJP വേണ്ട സമയത്ത് വേണ്ട നല്ലൊരു മേയറെ BJP തീരുമാനിച്ചോളും. അതുകൊണ്ട് നിങ്ങൾ ഉഷ്ണിക്കണ്ട, BJPയുടെ മേയർ വരേണ്ട സമയത്ത് വന്നോളൂ. അതുകൊണ്ട് പ്രജിത, നമുക്ക് BJPയുടെ മേയർ ആരാണെന്നതിനെക്കുറിച്ച് ഒരാശങ്കയില്ല. കൃത്യമായി BJPക്ക് അറിയാം, പാർട്ടിക്കറിയാം, അവർ മേയറെ തീരുമാനിച്ചോളും. അത് തിരുവനന്തപുരം നഗരത്തെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട്, വരുന്ന 5 വർഷക്കാലം കൊണ്ട് രാജ്യത്തെ ഏറ്റവും മികച്ച നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റാൻ കഴിയുന്ന തരത്തിലേക്ക് BJPയുടെ കോർപ്പറേഷൻ ഭരണം അത് ചെയ്തുകൊള്ളും. പിന്നെ ഒരു കാര്യം വെച്ചാൽ പ്രജിത ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്. അവിടെ വേണമെങ്കിൽ ഇപ്പോൾ KC വേണുഗോപാൽ സാർ പറഞ്ഞിട്ടുണ്ട്, BJPയെ അധികാരത്തിൽ വരുത്താതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന്. അപ്പോൾ അതിനുള്ള മാർഗം എന്ന് വെച്ചാൽ നിങ്ങൾ LDF-ആയിട്ട് ഒന്നിക്കണം. സണ്ണി ജോസഫും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണല്ലോ, കേരളം വിട്ടാൽ നിങ്ങൾ അങ്ങനെയാണല്ലോ. എന്നാൽ പിന്നെ നിങ്ങളങ്ങ് ഒന്നിച്ച് കഴിഞ്ഞ് നിങ്ങൾ 50 ഞങ്ങൾ 50, എന്നിട്ട് അപ്പോഴും പ്രശ്നമുണ്ട്, അപ്പം നറുക്കിടേണ്ടി വരും. അങ്ങനെ നിങ്ങൾ രണ്ട് കൂട്ടരുടെ ഒന്നിച്ചിട്ട് നറുക്കിട്ടിട്ടും BJPക്ക് കിട്ടുന്ന നിങ്ങളുടെ അവസ്ഥ എന്താ? അപ്പോൾ ഈ ചില ആളുകളെ ചുവന്നൊക്കെ നാറും എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ നിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. നിങ്ങളുടെ അണ്ടം കയറിപ്പോകും, ഉറപ്പാണ്. ഇനി അതല്ല, വിഴിഞ്ഞത്തൊരു ബൈ ഇലക്ഷൻ നടക്കുന്നുണ്ട്. വിഴിഞ്ഞം ബൈ ഇലക്ഷനിൽ വളരെ നിർണായകമാണ്. അവിടെ BJPക്ക് ആ സീറ്റ് നേടുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് നിർണായകമാണ്. അവിടെ ഒരു സീറ്റ് നിങ്ങളാണ് നേടുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രതിപക്ഷത്തിന് 51 എന്ന് പറയാം. അപ്പോഴും നിങ്ങൾ ആരെ, CPM കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുമോ, അതോ കോൺഗ്രസ് CPM-നെ സപ്പോർട്ട് ചെയ്യുമോ? ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളിവിടെ കേരളത്തിൽ ഇക്കാലം അത്രയും പരസ്പരം പോരടിച്ച് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഏത് പാർട്ടി തമ്മിലാണ്? CPM-ഉം കോൺഗ്രസും തമ്മിലാണ്, അല്ലേ? നിങ്ങൾക്കതെല്ലാം മറന്നുകൊണ്ട്, നിങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ച നിഷ്ഠൂരന്മാരായ CPM-കാരെ മറന്നുകൊണ്ട് നിങ്ങൾക്ക് കോൺഗ്രസ്സുകാരെ, പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, നിങ്ങൾക്ക് CPM-ൻ്റെ തുള കൈയിടാൻ പറ്റുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തും കോൺഗ്രസും ആത്മഹത്യ ചെയ്യുന്നൊരു തീരുമാനമായിരിക്കും തിരുവനന്തപുരം നഗരസഭയിൽ BJPയുടെ ഈ വിജയത്തെ അട്ടിമറിക്കാൻ എന്തെങ്കിലും ചെയ്തതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പിന്നെ നിങ്ങൾ നശിച്ച് പണ്ടാറടങ്ങാൻ പോകുന്ന പാർട്ടികളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. അപ്പോൾ മേയർ തിരുവനന്തപുരത്ത് വരും. മേയർ ആര് വന്നാലും തിരുവനന്തപുരത്തിന് ഗുണമുണ്ടാകുന്ന മേയറായിരിക്കും. അത് BJPക്ക് അറിയാം, BJP അത് തീരുമാനിക്കും. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേരളത്തിലെ BJP അധ്യക്ഷൻ വേണ്ട സമയത്ത് കൃത്യമായി മേയറുടെ പേര് പറയും. അതുവരെ കാത്തിരിക്കുക.